Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ക്ലാസ് നിങ്ങളുടെ മിസ്സായി പോയല്ലേ? തിങ്കളാഴ്ച നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല, ബി ബാച്ചിന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളെടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. വായിക്കണം കേട്ടോ. ടോപ്പിക്സ് കഴിയുമ്പോൾ മോഡൽ എക്സാം വരും കേട്ടോ. അപ്പൊ ആ സമയത്തേക്ക് പഠിക്കാൻ വേണ്ടി വെക്കരുത്, ഇപ്പോഴേ തന്നെ പഠിച്ച് തുടങ്ങണം കേട്ടോ. ഓക്കെ, ഗുഡ്. തുടങ്ങാം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ വരെയാണ്. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. നമ്മൾ തുടങ്ങിയത് മറ്റേ കോഡിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലേ? ആ, എന്താണ് സുനൈന? PDF കാണാൻ പറ്റുന്നില്ലേ? കാണുന്നില്ല? ഇപ്പൊ കാണുന്നുണ്ടോ നോക്കിയേ? ഇപ്പൊ കാണുന്നില്ലേ? ശരി, ഞാൻ മ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മെഡിക്കൽ റെക്കോർഡ്സിന്റെ നമ്മൾ കോഡിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ? നമ്മൾ പറഞ്ഞു ICD അല്ലെ, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ആ ഒരു ക്ലാസിഫിക്കേഷൻ പ്രകാരം കോഡ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ റെക്കോർഡ്സ് മിസ്സായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ്, അതേ സിമിലർ മെഡിക്കൽ നമ്പർ അല്ലെങ്കിൽ പഴയ ID ഡാറ്റയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്തുണ്ടാക്കണം? മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മിസ്സിംഗ് റെക്കോർഡ്. പിന്നെ നമ്മൾ പറഞ്ഞത് പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ആണ് അല്ലെ? അതായത് ഒന്നിൽ കൂടുതൽ റെക്കോർഡ്സുകൾ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 2 ഓപ്ഷൻസ് ആണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് മറ്റുള്ള റെക്കോർഡ്സുകളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഒരൊറ്റ റെക്കോർഡ് എപ്പോഴും റിട്ടേൺ ചെയ്യണം. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ എന്താ പറഞ്ഞത്? പ്രയോറിറ്റി അനുസരിച്ച് കൊണ്ട് റെക്കോർഡ്സ് എന്ത് ചെയ്യാം? നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ആ പ്രയോറിറ്റി ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത് മെഡിക്കോ ലീഗൽ റെക്കോർഡ്സിനാണ്. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അത്തരം റെക്കോർഡ്സിന് കൊടുക്കുക. സെക്കൻഡ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിനാണ് അല്ലെ? ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിനാണ്. തേർഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അഡ്മിറ്റഡ് റെക്കോർഡിനാണ് അല്ലെ? അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകളാണ്. ദെൻ ഫോർത്ത് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ഓൾഡസ്റ്റ് റെക്കോർഡിലാണ് അല്ലെ? ഏറ്റവും പഴയ റെക്കോർഡ്. നിങ്ങൾ ചിന്തിക്കും പഴയ റെക്കോർഡാണല്ലോ, എന്തിനാണത് സൂക്ഷിക്കുന്നത്? പക്ഷെ അതിനകത്ത് ചിലപ്പോ റിലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഓൾഡസ്റ്റ് റെക്കോർഡുകൾ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം കേട്ടോ. അപ്പൊ ആ ഓർഡർ, ആ പ്രയോറിറ്റി നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇത് പറഞ്ഞില്ലേ, നമ്മൾ സപ്ലൈ ഓഫ് റെക്കോർഡ്സ് പറഞ്ഞിരുന്നു അല്ലെ? അതായത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നമുക്ക് റെക്കോർഡ്സ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക. നമ്മൾ പറഞ്ഞു പേഷ്യന്റ് കെയർ, മെഡിക്കോ ലീഗൽ കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന്, ക്ലിനിക്കൽ മീറ്റിംഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് നമുക്ക് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി സപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ പ്രത്യേകം പറഞ്ഞല്ലോ, മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ സാധ്യത. അപ്പൊ എന്താണ്? അങ്ങനെ 2 പറഞ്ഞിരുന്നു. ആ 2 നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് MLC രജിസ്ട്രേഷൻ ആണ് അല്ലെ? മെഡിക്കോ ലീഗൽ കേസുകളുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ നമ്മൾ പറഞ്ഞത് ഓക്കെ സാധ്യത കറക്റ്റ് ആണ് കേട്ടോ. പിന്നെന്താണ്? പിന്നെ നമ്മൾ പറഞ്ഞത് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ ആണ്. അപ്പൊ അതിന് നമ്മൾ പറഞ്ഞു ഒരു ഇത്തരം MLC കേസുകൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു MLC രജിസ്റ്റർ എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം. വരുന്ന കേസുകളെല്ലാം തന്നെ അതിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. പിന്നെ രജിസ്റ്റർ ചെയ്ത കേസുകൾ അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പുകൾ അഫിക്സ് ചെയ്യണം. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതുവരെ ക്ലിയർ അല്ലേ പറഞ്ഞതെല്ലാം? ഇതുവരെ ഓക്കെ ആണല്ലോ എല്ലാവർക്കും? മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ വരെ ഓക്കെ ആണ് അല്ലെ? ഓക്കെ ആണ്. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം കേട്ടോ.
നെക്സ്റ്റ് ഭാഗമാണ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഇനി നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ റെക്കോർഡ്സിലെ വിവരങ്ങൾ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സിലെ വിവരങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ എന്ത് കാര്യമാണെങ്കിലും നമ്മളത് പുറത്ത് റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ആണ് അല്ലെ. നമ്മൾ കുറെ ഇതിൽ പറഞ്ഞൊരു കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അല്ലെ. സ്വകാര്യത നിലനിർത്താന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കോൺഫിഡൻഷ്യാലിറ്റി എന്താണ്? മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് ഇൻഫർമേഷൻ whether in oral form or written documentation relating to any identified patient is confidential. Okay, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ. സെന്റൻസ് അവിടെ കഴിയാണ്. എന്താണ് പറയുന്നത്? നമ്മൾ ഏതൊരു രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് ഇൻഫർമേഷൻസും അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ എല്ലാം തന്നെ നമ്മൾ അതിപ്പോ വാക്കാൽ പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ രേഖാമൂലമുള്ളതോ ആയിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും എങ്ങനെയായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ. വളരെ രഹസ്യമായിട്ട് അല്ലെങ്കിൽ വളരെ സ്വകാര്യമായിരിക്കണം. കാര്യം അവരുടെ റൈറ്റ് ആണ് അല്ലെ, പേഷ്യന്റിന്റെ റൈറ്റ് ആണ് സ്വകാര്യത കീപ്പ് ചെയ്യാന്നുള്ളത്. അപ്പൊ ആ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഹെൽത്ത് ഇൻഫർമേഷൻസും മെഡിക്കൽ റെക്കോർഡ്സും അത് വാക്കാലുള്ളതും രേഖാമൂലമുള്ളതുമായ എല്ലാ ഹെൽത്ത് ഇൻഫർമേഷൻസും റെക്കോർഡ്സുകളും തികച്ചും എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? അത് പ്രകാരം അക്കോർഡിംഗ്ലി കമ്പ്യൂട്ടർ സ്റ്റോർഡ് ഡാറ്റ ഇൻഫർമേഷൻ obtainable either in the form of medical records, disease and operation indexes, photographs, microfilms, videotapes, audio tapes, or other devices used for these purposes should be treated as a confidential documents. അപ്പൊ അത് പ്രകാരം അതനുസരിച്ച് കോൺഫിഡൻഷ്യൽ ആയിരിക്കണമല്ലോ. അത് പ്രകാരം നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പേഷ്യൻസിന്റെ വിവരങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. എന്ന് വെച്ചാൽ പേഷ്യന്റ് റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ രോഗങ്ങള്, പിന്നെന്താണ് ഓപ്പറേഷൻ ഇൻഡെക്സസ്. ഓപ്പറേഷൻ ഇൻഡെക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ രോഗിക്ക് ഓപ്പറേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാറ്റലോഗ് പോലെയാണ് കേട്ടോ. ഒരു കാറ്റലോഗാണ് ഓപ്പറേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് വന്നിട്ട് ഈ പറയുന്ന അനസ്തേഷ്യ കൊടുക്കുന്ന അനസ്തേഷ്യോളജിസ്റ്റിന് മറ്റു ഡോക്ടേഴ്സിനൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാം. രോഗിയുടെ സർജിക്കൽ പ്രൊസീജിയറുകൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ രേഖപ്പെടുത്തി വെക്കുന്നതാണ് കേട്ടോ ഓപ്പറേഷൻ ഇൻഡെക്സസ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ്, പിന്നെ മൈക്രോഫിലിംസ്, വീഡിയോ ടേപ്സ്. എന്നൊക്കെ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു CD-യിലാക്കിയിട്ട് പേഷ്യന്റിന് കൊടുക്കും അല്ലെ. ഇനിയിപ്പോ ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ മൈക്രോഫിലിംസ്, വീഡിയോ ടേപ്സ്, ഓഡിയോ ടേപ്സ്, അതുപോലെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും എന്താണ്? രഹസ്യരേഖകളായിട്ട് കണക്കാക്കണം. എന്നുവെച്ചാൽ അത്രയും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതാണ് ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിന്റെ വിവരങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി നോക്കുക. സോ ഓതറൈസ്ഡ് സ്റ്റാഫ് ആർ പെർമിറ്റഡ് ടു ഡീൽ വിത്ത് സച്ച് ഇൻഫർമേഷൻ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യാനുള്ള അനുവാദം ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? ഓതറൈസ്ഡ് സ്റ്റാഫുകൾക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എല്ലാവർക്കും കയറി കൈകാര്യം ചെയ്യാൻ പറ്റില്ല അല്ലെ. കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരു ഓതറൈസ്ഡ് സ്റ്റാഫുകൾക്ക് മാത്രമേ അത്തരം വിവരങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അനുവാദം ഉണ്ടാവുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം എന്താണ്? ആരൊക്കെയാണ് ഈ ഓതറൈസ്ഡ് സ്റ്റാഫ്? പറഞ്ഞു ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആരൊക്കെയാണ് ഈ ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറയുന്നത്? അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ആരൊക്കെയാണെന്നുള്ളത്. ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ആർ ദോസ് ഹു ആർ ലുക്കിംഗ് ആഫ്റ്റർ ദ പേഷ്യന്റ്, നോർമലി ഇൻക്ലൂഡിംഗ് മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ പേഴ്സണൽ ആൻഡ് സ്റ്റാഫ് ഓഫ് ദ MRT. ആരൊക്കെയാണ് ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ? ആരൊക്കെയാണ്? ഈ പറയുന്ന പേഷ്യന്റിനെ പരിപാലിക്കുന്ന ആൾക്കാർ അല്ലെ. അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? മെഡിക്കൽ സ്റ്റാഫ്, ദാറ്റ് മീൻസ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? നഴ്സിംഗ്, അതെ നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? പാരാമെഡിക്കൽ പേഴ്സണൽ അല്ലെ. പാരാമെഡിക്കൽ സ്റ്റാഫുകൾ പറയുന്ന ഫാർമസിസ്റ്റുകള്, ഫിസിയോതെറാപ്പിസ്റ്റുകള്, ഡയറ്റീഷ്യന്മാര്, ഓക്കെ ലാബ് ടെക്നീഷ്യന്മാര്, അതൊക്കെ എന്താണ്? പാരാമെഡിക്കൽ സ്റ്റാഫുകളാണ് അല്ലെ.
പിന്നെ ആരും കൂടെയാണ് കറക്റ്റ് ആണ് കേട്ടോ, രാധിക ജോബി കറക്റ്റ് ആണ്, അതിലുള്ളവരാണ് കേട്ടോ പാരാമെഡിക്കൽ സ്റ്റാഫുകള്. പിന്നെന്താണ് സ്റ്റാഫ് ഓഫ് ദ MRD, അതെ, അതായത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ. ഇവരൊക്കെയാണ് എന്ത് ഓതറൈസ്ഡ് സ്റ്റാഫുകളായിട്ട് പറയുന്നത്. ഇവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന മെഡിക്കൽ ഇൻഫർമേഷൻസിലെ വിവരങ്ങൾ റിലീസ് ചെയ്യാനും അത് കൈകാര്യം ആക്സസ് ചെയ്യാനുള്ള ഒരു അനുവാദമുള്ളത് ഈ പറയുന്ന ഓതറൈസ്ഡ് സ്റ്റാഫുകളാണ്. ആരൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ മെഡിക്കൽ ഡോക്ടേഴ്സ്, നഴ്സിംഗ് സ്റ്റാഫുകള്, പാരാമെഡിക്കൽ സ്റ്റാഫുകള്, അതുപോലെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകള്, ഇവരാണ് ഓതറൈസ്ഡ് സ്റ്റാഫ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പൊ അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം കേട്ടോ. അടുത്തത് നോക്കൂ, റിലീസ് ഓഫ് ഇൻഫർമേഷൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടത് അല്ലെ. നമ്മൾ പറഞ്ഞു റിലീസ് ചെയ്യുമ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഓതറൈസ്ഡ് സ്റ്റാഫിന് മാത്രമേ അതിന് അനുവാദം ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ് റിലീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ സാധിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നോക്കാം, നമുക്ക് 4 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തത് കണ്ടീഷൻസ്. എങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ്? എക്സാമ്പിൾ അവർ പറയുന്നുണ്ട് ഇഞ്ചുറീസ്, പരിക്കുകള്, അതുപോലെ തന്നെ പോയ്സണിങ്, വിഷബാധ, പിന്നെ അബോർഷൻ അല്ലെ, ഗർഭചിത്രം. നമുക്കറിയാം അബോർഷൻ ശരിക്കും പ്രൊഹിബിറ്റഡ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന അബോർഷൻ കേസുകള്, അതുപോലെ കേസസ് ഇൻവോൾവിംഗ് ആക്സിഡന്റ് കേസുകള്, പിന്നെന്താണ് സൂയിസൈഡ്സ് ആൻഡ് ഹോമിസൈഡ്സ്, ആത്മഹത്യകള്, കൊലപാതകങ്ങള്. ശരിക്കും പറഞ്ഞ ഇതൊക്കെ എന്താണ് ഈ പറയുന്ന മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഹാവ് ടു ഇന്റിമേറ്റഡ് ദ പോലീസ് ഓർ അതർ ലീഗൽ അതോറിറ്റീസ്. ഈ പറയുന്ന സാഹചര്യങ്ങള് ഇങ്ങനെയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കരുത്. പകരം നമ്മളത് പോലീസിനെയോ മറ്റുള്ള ലീഗൽ അതോറിറ്റീസിന്, നിയമാധികാരികളെയോ അറിയിക്കേണ്ടതാണ്. കാര്യം നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതൊക്കെ MLC കേസുകളായിരിക്കും മിക്കവാറും അല്ലെ, മെഡിക്കോ ലീഗൽ കേസുകളാണ്. അപ്പൊ അത് അങ്ങനെയുള്ള കേസുകൾ നമുക്ക് എന്താണ് അന്വേഷണം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, റിലീസ് ചെയ്യാം അല്ലെ. അത് ഈ പറയുന്ന പോലീസിനോ ബന്ധപ്പെട്ട നിയമാധികാരികളെയൊക്കെ അറിയിച്ചിരിക്കണം. അതേ സുഷ കറക്റ്റ് ആണ് കേട്ടോ. അതൊക്കെ നമ്മൾ പോലീസിന് അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, റിലീസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് റിലീസ് ചെയ്യാം. രണ്ടാമത്തെ എന്താണ്, ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് അല്ലെ. ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ് കൺസേൺഡ്. അതുപോലെ തന്നെ പകരുന്ന രോഗങ്ങൾ അല്ലെ, അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരിക്കണം അല്ലെ. ബന്ധപ്പെട്ട അധികാരികളെ അതന്നെ പകരുന്ന അസുഖങ്ങള്. ഇപ്പൊ നമുക്കറിയാം കോഴിക്കോട് നിപ്പ വൈറസ് ഉണ്ടായി, കോവിഡ് വന്നു, അതുപോലെ തന്നെ മങ്കി പോക്സ്, ഇങ്ങനെ എന്തെല്ലാം അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റബിൾ ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമ്മളത് തീർച്ചയായിട്ടും പുറത്തോട്ട് റിലീസ് ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാണ്, നല്ല പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് അല്ലെ. കാര്യം എന്താണ്, അത്തരം അസുഖങ്ങള് സമൂഹത്തിൽ പടരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അതിന് വേണ്ടിയിട്ട് പ്രിക്കോഷൻ എടുക്കാനാണ്. നിപ്പ വൈറസ് അവിടെ റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് മറ്റുള്ള ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രിക്കോഷൻ എടുക്കാനും ഐസോലേറ്റ് ചെയ്ത് നമുക്കതിനെ കൺട്രോൾ ചെയ്യാനും പറ്റിയത് അതുകൊണ്ടാണ് അല്ലെ. ഇനി അതല്ല, നമ്മളത് റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ആളുകൾ ആരും അറിയില്ല, ഈ അസുഖം വല്ലാത്തൊരു രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വേറെ ലെവലായി പോയേനെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്മിറ്റബിൾ ഡിസീസസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. ദാറ്റ് മീൻസ് ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസസ് നമുക്ക് അങ്ങനെയുള്ള വിവരങ്ങൾ റിലീസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ എന്താണ് പറയുന്നത്, ഇവന്റ്സ്. എങ്ങനെയുള്ള ഇവന്റ്സുകളാണ്, ബർത്ത്, ഡെത്ത്, അതുപോലെ തന്നെ ഫോയിറ്റൽ ഡെത്ത് ഒക്കെ ഉണ്ടാവില്ല, ജനന മരണമൊക്കെ നമ്മൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് റിലീസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഇത് പറയുന്ന ജനനം, മരണം, അതുപോലെ ഫോയിറ്റൽ ഡെത്ത് ഒക്കെ ഉണ്ടാവും, ശിശു മരണങ്ങളൊക്കെ നടക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ ഹാവ് ടു ബി റിപ്പോർട്ടഡ് ടു ദ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റീസ് ഐദർ ഡയറക്റ്റ്ലി ഓർ ത്രൂ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. ജനനം നമ്മൾ രജിസ്റ്റർ ചെയ്യണം, മരണം രജിസ്റ്റർ ചെയ്യണം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റീസിനെ അറിയിച്ചിരിക്കണം. സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, രജിസ്ട്രേഷൻ ഓഫീസുകളാണ് കേട്ടോ. ഗവൺമെന്റ് രജിസ്ട്രേഷൻ ഓഫീസുകളിലെ അവിടെ അറിയിച്ചിരിക്കണം. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അറിയിക്കണം, അതല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ത്രൂ ആയിട്ട് അറിയിച്ചിരിക്കണം. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, എന്താണ് രാധിക കറക്റ്റ് ആണ്, രജിസ്റ്റർ ഓഫീസർ സുഷ പറയുന്നത് അതന്നെ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിനെ അറിയിക്കണം കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്, കോർട്ട് ഓർഡർ അല്ലെ, കോടതി ഉത്തരവ്. അതിനെ പറ്റി എന്താണ് പറയുന്നത്, കോർട്ട് ഓർഡർ. ദ ഹോസ്പിറ്റൽ ആൾസോ മസ്റ്റ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ ഇൻ റെസ്പോൺസ് ടു എ കോർട്ട് ഓർഡർ അല്ലെ.
ഒരു കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞാല് മിക്കവാറും മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ കോടതി ഉത്തരവൊക്കെ വരുവാണെങ്കിൽ അതിനെ റെസ്പോൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സിലെ വിവരങ്ങൾ ഹോസ്പിറ്റലുകാർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. പോലീസ് കേസോ കോടതി അന്വേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കോർട്ട് ഓർഡർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ മെഡിക്കൽ റെക്കോർഡ്സിലെ വിവരങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ 4 കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. മെഡിക്കൽ റെക്കോർഡ്സിലെ വിവരങ്ങൾ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പൊ അതിൽ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ ഓതറൈസ്ഡ് പഠിക്കേണ്ട പോയിന്റ് അത്രയേ ഉള്ളൂ കേട്ടോ. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഓതറൈസ്ഡ് സ്റ്റാഫുകൾക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാനുള്ള അനുവാദം ഉണ്ടാവുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം ഏതാണ്? ആരൊക്കെയാണ് ഈ ഓതറൈസ്ഡ് സ്റ്റാഫുകൾ? അപ്പൊ മെഡിക്കൽ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, പിന്നെ MRB ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫുകൾ. ഈ പറയുന്ന വിഭാഗമാണ് ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറയുന്നത്. നിങ്ങളോട് ചോദിക്കാൻ ചിലപ്പോ മെഡിക്കൽ റെക്കോർഡ്സിലെ വിവരങ്ങൾ റിലീസ് ചെയ്യുന്നതിന് അനുവാദമുള്ള ഓതറൈസ്ഡ് സ്റ്റാഫുകൾ ആരൊക്കെയാണ്? അപ്പൊ ഈ 4 പേരിൽ ഉൾപ്പെടാത്ത ആരെങ്കിലും ഒക്കെ കേസ് തരും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അത് നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ് നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ്? ആ കണ്ടീഷൻസ് ആ ബ്രാക്കറ്റിലുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്, പിന്നെ ബർത്ത് ഡെത്ത്, ഹോൾട്ടൽ ഡെത്ത് പോലുള്ള ഇവന്റ്സുകളൊക്കെ നമുക്ക് റിലീസ് ചെയ്യാം. അതുപോലെ തന്നെ കോർട്ട് ഓർഡറിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ടും വിവരങ്ങൾ നമുക്ക് റിലീസ് ചെയ്യാം. അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്. അപ്പൊ കുറെ ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് കണ്ടന്റ് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. കണ്ടന്റ് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സിന്റെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കണ്ടന്റുകളാണ് ഒരു മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉള്ളത്? ഒരു കാര്യം നമുക്കറിയാം, ആ ഒരു രോഗിയെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് ഉണ്ടായിരിക്കും. മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടാവുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതിൻ്റെ അകത്ത് കണ്ടന്റുകളെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത്യാവശ്യം അതിലും ഉണ്ട് കേട്ടോ, ഒരുപാട് അത്യാവശ്യം ഉണ്ട് അത് പഠിക്കാനായിട്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സിലെ കണ്ടന്റുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കതിനെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഓക്കെ, 2 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. അങ്ങനെ പഠിക്കുകയായിരിക്കും നല്ലത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ, അതൊരു കണ്ടന്റ് ആയിരിക്കും അതിനകത്ത്. ഓക്കെ, ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഹോസ്പിറ്റലിന് മീൻസ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡാറ്റകൾ ഉണ്ട്. അതിൽ ആ ഡാറ്റകൾ കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് ക്ലിനിക്കൽ ഡാറ്റയാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ക്ലിനിക്കൽ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ പറയുന്ന കുറെ റിപ്പോർട്ടുകൾ, ഡോക്ടർമാര്, നഴ്സുമാര്, അവര് ചികിത്സിക്കുന്ന ആളുകളൊക്കെ അവരൊക്കെ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഡാറ്റകളായിരിക്കും ക്ലിനിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള 2 കാറ്റഗറി. ക്ലിയർ ആയോ? മെഡിക്കൽ റെക്കോർഡിലെ കണ്ടന്റുകളെ പറ്റി പറയുന്നത് അത് 2 കാറ്റഗറി ആയിട്ട് തിരിച്ചു പഠിക്കാം. ഒന്ന് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ, രണ്ടാമത്തത് ക്ലിനിക്കൽ ഡാറ്റ. ഇനി ഇതിനകത്ത് തന്നെ ഓരോന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ക്ലിനിക്കൽ ഡാറ്റ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശം ഒരു 22 അതിനകത്ത് കുറെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനിലും കുറച്ച് വരുന്നുണ്ട്. ഓക്കെ, കുറച്ചേ ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നും. ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ, അതിനകത്ത് എന്തെല്ലാം ഡാറ്റകളാണ് വരുന്നത്? എന്തൊക്കെ ഡാറ്റകളാണ് വരുന്നത് നോക്കാം കേട്ടോ. ഒന്ന് അഡ്മിഷൻ ചാർജ് റെക്കോർഡ്. ഇതാണ് അഡ്മിഷൻ ചാർജ് റെക്കോർഡ്. കുറെയൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഗസ് ചെയ്യാൻ പറ്റും അല്ലെ. അഡ്മിഷൻ ചാർജ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് ദ ചാർജസ് ഓഫ് അഡ്മിഷൻ അല്ലെ. ഈ പറയുന്ന അഡ്മിഷന്റെ ചാർജസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക അല്ലെ. ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തെ വരുന്ന പേയ്മെന്റുകള്, ബില്ലുകള് അല്ലെ, റൂമിന്റെ റെന്റുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, അഡ്മിഷൻ ചാർജ് റെക്കോർഡ്. രണ്ടാമത്തെ എന്താണ്? അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്. അറ്റസ്റ്റ് ചെയ്യുക അല്ലെ, സ്ഥിരീകരണ സ്റ്റേറ്റ്മെന്റുകളാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ അറ്റസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. ഗസറ്റഡ് ഓഫീസർ അക്കൗണ്ടൊക്കെ നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് വെക്കാം. ഒരു സാക്ഷ്യപ്പെടുത്തലാണ് അല്ലെ, ഒരു സ്ഥിരീകരണമാണ് അതിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് പ്രകാരം അറ്റസ്റ്റേഷൻ അത് തന്നെ സാക്ഷ്യപ്പെടുത്താം. അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്മിഷൻ സമയത്ത് ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഡിക്ലറേഷൻ പോലെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും.
മുകളിൽ പറഞ്ഞ വിവരങ്ങളെല്ലാം എന്താണ് കറക്റ്റ് ആണ്, ശരിയാണെന്ന് ഞാൻ ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ഒരു ഡിക്ലറേഷൻ പോലെ കാണാം. നമ്മളൊന്നില്ലെങ്കിൽ അവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ. ടിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സൈൻ ചെയ്യണം. അത് നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതാണ്. കാര്യം നമ്മളെ പറ്റിയുള്ള വിവരങ്ങളാണ് നമ്മൾ അവിടെ ഫിൽ ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഫിൽ ചെയ്ത് കൊടുക്കും അഡ്മിഷൻ സമയത്ത്. അത് കഴിയുമ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടാവും ഒരു സാക്ഷ്യപ്പെടുത്തൽ പോലെ നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് അല്ലെ. മുകളിൽ പറഞ്ഞ വിവരങ്ങളൊക്കെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ട്രൂ ആണ് എന്ന് ഞാൻ ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ഒരു ഡിക്ലറേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അവിടെ ടിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവിടെ സൈൻ ചെയ്ത് വെക്കും അല്ലെ. നമ്മുടെ അറ്റസ്റ്റേഷൻ ആണ് കൊടുക്കുന്നത് ആണല്ലോ. അതാണ് കേട്ടോ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, സ്ഥിരീകരണ ആ ഒരു പ്രസ്താവനകളാണ്. പിന്നെ വരുന്നത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ കേട്ടോ, പ്രവേശന വ്യവസ്ഥകളാണ്. അതിനെ പറ്റിയുള്ള കുറെ വിവരങ്ങൾ കേട്ടോ. കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, അത് എന്ത് വേണമെങ്കിലും അഡ്മിഷൻ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ്, അതുപോലെ അഡ്മിഷനുള്ള ഒരു കൺസെന്റ്, അഡ്മിറ്റ് ആവാം എന്നുള്ള ഒരു സമ്മതം. എന്തായാലും രോഗിയുടെ സമ്മതം ഇല്ലാതെ നമുക്കൊന്നും തന്നെ അവരെ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അഡ്മിഷൻ ആണെങ്കിലും അവരുടെ കൺസെന്റ് ആവശ്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെന്താണ് കണ്ടന്റ് അല്ല കേട്ടോ, കൺസെന്റ് എന്നാണ്. അതൊന്ന് തിരുത്തി എഴുതാം കേട്ടോ. ഇവിടെ കണ്ടന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, കൺസെന്റ് എന്നാണ് കേട്ടോ. CONSENT ആണ് കേട്ടോ, കണ്ടന്റ് അല്ല കൺസെന്റ് ആണ്. ഓക്കെ, കൺസെന്റ്. കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ കേട്ടോ. നമ്മളിപ്പോ തന്നെ പഠിച്ചില്ലേ, ഇൻഫർമേഷൻ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൺസെന്റ്, അതിന്റെ ഫോം ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് സ്പെഷ്യൽ കൺസെന്റ് ആണ് കേട്ടോ. ഇതാണ് സ്പെഷ്യൽ കൺസെന്റ്. അതായത് ചില പ്രത്യേക സമ്മതങ്ങൾ നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ആവശ്യം വരും, സ്പെഷ്യൽ കൺസെന്റുകൾ ആവശ്യം വരും. അപ്പൊ ഇങ്ങനെയുള്ള ഡാറ്റയാണ് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ ഡാറ്റകളാണ്, അഡ്മിഷൻ ചാർജ് റെക്കോർഡ്, അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, പിന്നെ കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ, പിന്നെ എന്താണ് സ്പെഷ്യൽ കൺസെന്റ്. ക്ലിയർ ആണല്ലോ. ഇനി ഇവ ഓരോന്ന് എന്താണ് പറഞ്ഞിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ്, രണ്ടും പറയുന്നുണ്ട് കേട്ടോ. അഡ്മിഷനും അല്ലെങ്കിൽ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ്. അതിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക, ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ അല്ലെ. നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആയാലും ആ അഡ്മിഷൻ ഫോമിലായാലും ഡിസ്ചാർജ് റെക്കോർഡിലായാലും എന്തുണ്ടായിരിക്കും, ബേസിക് ഐഡന്റിഫിക്കേഷൻ ഫിനാൻഷ്യൽ ഡാറ്റ ഉണ്ടായിരിക്കും അല്ലെ. നമ്മളെ പറ്റിയുള്ള എല്ലാ എന്താ പറയാ ഐഡന്റിഫിക്കേഷൻ വിവരങ്ങൾ അല്ലെ, നമ്മുടെ എല്ലാ തിരിച്ചറിയൽ വിവരങ്ങളും ഫിനാൻഷ്യൽ ഡാറ്റ സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും. നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റി, അതുപോലെ നമ്മുടെ റിലീജിയൻ. പിന്നെ ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ എടുത്തിട്ടുണ്ടോ, ഏത് പോളിസിയാണ് എടുത്തേക്കുന്നത്, അപ്പൊ എത്ര രൂപ വരെ ക്ലെയിം ചെയ്യാം, അങ്ങനെയുള്ള അതാണ് അവിടുത്തെ ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. അതന്നെ രാധിക ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് ഡാറ്റ ആർ കളക്ടഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ അല്ലെ. അഡ്മിഷൻ സമയത്താണ് നമ്മൾ ഈ പറയുന്ന ഡാറ്റകളെല്ലാം തന്നെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ശേഖരിക്കുന്നത്. പിന്നെ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഇറ്റ് കണ്ടെയ്ൻസ് ഐഡന്റിഫിക്കേഷൻ, സെയിം കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത് കേട്ടോ. ഇറ്റ് കണ്ടെയ്ൻസ് ഐഡന്റിഫിക്കേഷൻ ഷീറ്റ് അല്ലെ, ഇപ്പൊ രോഗിയെ തിരിച്ചറിയാനുള്ള ഐഡന്റിഫിക്കേഷൻ ഷീറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, നമ്മൾ രണ്ടും കൂടിയിട്ടുള്ളതാണ് പറയുന്ന അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. സമ്മറി ഷീറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു ഡിസ്ചാർജ് സമ്മറിയാണ് കേട്ടോ, സമ്മറി ഷീറ്റ്. അതുപോലെ തന്നെ ഓർ ഫേസ് ഷീറ്റ് എന്ന് പറയാം കേട്ടോ. ഫേസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ ബേസിക് ആയിട്ട് ഐഡന്റിഫിക്കേഷൻ ഷീറ്റ് ഇല്ലേ, അത് തന്നെയാണ് വേറെ പേരിൽ പറയുന്നത് മാത്രം കേട്ടോ, ഫേസ് ഷീറ്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആയിരിക്കും ഈ ഒരു റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ് റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബേസിക് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ ഉണ്ടായിരിക്കും, ഫിനാൻഷ്യൽ ഡാറ്റ ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല അത് നമ്മൾ അഡ്മിഷൻ സമയത്താണ് ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അത്രയും. പിന്നെ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് വേറെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. പക്ഷെ നമുക്കറിയാലോ, ഞാൻ പറഞ്ഞല്ലോ, അത് സാക്ഷ്യപ്പെടുത്തലാണ്. നമ്മളായാലും നമ്മള് അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവസാനം എന്ത് ചെയ്യും, ഒരു അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. നമ്മളത് സൈൻ ചെയ്ത് കൊടുക്കും, അതിന് ടിക്ക് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ ആണ് അല്ലെ, പ്രവേശന വ്യവസ്ഥകളെ പറ്റിയാണ്. അതിൽ എന്താ പറയുന്നത്, ദ ബാക്ക് ഓഫ് അഡ്മിഷൻ
or discharge sheet is often used for the condition of admission. ബ്രാക്കറ്റിൽ അഡ്മിഷൻ കൺസെന്റ്. സാധാരണയായിട്ട് നമ്മൾ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കില്ലേ, അതിന്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, ബാക്ക് സൈഡ്, അവിടെയാണ് സാധാരണ അഡ്മിഷൻ കൺസെന്റ് എഴുതി വെക്കുക. അതായത് ഈ രോഗിനെ അഡ്മിറ്റ് ചെയ്യുന്നു എന്നത് രോഗി സമ്മതിച്ചിട്ടാണ്, രോഗിയുടെ സമ്മതത്തോടു കൂടിയാണ് എന്നുള്ള ഒരു അഡ്മിഷൻ കൺസെന്റ് ഉണ്ടല്ലോ, സമ്മതം, അത് രേഖപ്പെടുത്തുന്നത് ഈ ഒരു അഡ്മിഷൻ ഫോമിന്റെ പുറകിലായിട്ടായിരിക്കും. ഓക്കെ, ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. The back of admission or discharge sheet is often used for the conditions of admission. That means admission consent. അതായത് അഡ്മിഷൻ ഉണ്ടായ കാരണം എന്താണെന്നും ആ ഒരു അഡ്മിഷൻ അവരുടെ കൺസെന്റ് ഉണ്ട്, രോഗിയുടെ സമ്മതമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അതിന്റെ പുറകില് രേഖപ്പെടുത്തിയിരിക്കും കേട്ടോ. അതെ, പ്രവേശന സമ്മതം. ഇതെന്താ തരുന്നത്? ഇറ്റ് ഷോസ് ദ പേഷ്യന്റ് agrees to receive the routine care. ആ ഒരു കൺസെന്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു പേഷ്യന്റ് അവിടുത്തെ റുട്ടീൻ കെയർ സ്വീകരിക്കാനായിട്ട് തയ്യാറാണ് എന്നതിനുള്ള ഒരു സമ്മതമാണ് അതിലൂടെ നമ്മൾ എഴുതി വാങ്ങിയത് അല്ലെ, അഡ്മിഷൻ കൺസെന്റ്. പിന്നെന്താണ്? ദ ഹോസ്പിറ്റൽ കനോട്ട് ഗ്യാരണ്ടി ദ ഔട്ട്കം. ഹോസ്പിറ്റലിന് ഒരിക്കലും ഔട്ട്കം ഉറപ്പ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. മാക്സിമം ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ കൊടുക്കും, പക്ഷെ അതിൽ നിന്ന് ഇങ്ങനൊരു ഔട്ട്കം കിട്ടുമെന്ന് ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് ആർക്കും സാധിക്കില്ല, ഹോസ്പിറ്റലിന് സാധിക്കില്ല. പക്ഷെ അവർ മാക്സിമം അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള ക്വാളിറ്റി കെയർ അവർ രോഗികൾക്ക് കൊടുക്കും അല്ലെ, അതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഹോസ്പിറ്റൽ കനോട്ട് ഗ്യാരണ്ടി ദ ഔട്ട്കം അല്ലെ, ആ ഒരു ഔട്ട്കം ഉറപ്പ് കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിന് സാധിക്കില്ല. പിന്നെന്താണ്? It is the duty of the admission clerk to describe to the patient the contents of this form and its purpose. അത് മാത്രമല്ല, ഒരു ഈ പറയുന്ന അഡ്മിഷൻ ഫോമിനകത്തുള്ള വിവരങ്ങൾ അല്ലെ, അതിന്റെ കണ്ടന്റുകൾ, അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ പേഷ്യൻസിന് കൊടുക്കേണ്ടത്, അതിന്റെ വിവരങ്ങളെല്ലാം പേഷ്യൻസിന് അറിയിക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? അഡ്മിഷൻ ക്ലർക്കിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ വരും ഹോസ്പിറ്റലിൽ അല്ലെ, അവരെ സംബന്ധിച്ച് അവർക്ക് ഈ അഡ്മിഷൻ ഫോം ഒന്നും സ്വയം അവർക്ക് ചിലപ്പോൾ ഫില്ല് ചെയ്യാനോ മറ്റു സാധിച്ചൊന്നും വരില്ല. എന്തൊക്കെയാണ് അവിടെ ചോദിച്ചേക്കുന്നത്, എന്തൊക്കെയാണ് എഴുതേണ്ടതെന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അഡ്മിഷൻ ഫോമിലുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ പർപ്പസ് എന്തിനാണ്, ഇതിനൊക്കെയാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾ കൊടുക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ രോഗിക്ക് വിശദമാക്കി കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? അതൊരു അഡ്മിഷൻ ക്ലർക്കിനാണ് ഉള്ളത് കേട്ടോ. അത് വേണമെങ്കിൽ ചോദിക്കാം, ആർക്കാണ് ആ റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഡ്മിഷൻ ക്ലർക്കിനാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഒന്നുമില്ല അതിനകത്ത്, എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല. ബാക്കിയുള്ള ക്ലിയർ ആണ്, വേറെ ഭയങ്കരമായിട്ടുള്ളതൊന്നും അതിനകത്ത് പറയുന്നില്ല കേട്ടോ. പിന്നെന്താണ്? ഇനി അങ്ങനെ ഞാൻ പറഞ്ഞാലും മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, അടിയൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, അടുത്തത് കേട്ടോ, കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ നേരത്തെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ കൺസെന്റ് ആണ് കേട്ടോ. എന്താണത്? It permits the hospital to send to specifically named organizations copies of the patient's medical record. അത് ഒരു വായിക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നില്ല അല്ലെ, ഇങ്ങനെ വായിച്ചാൽ മതി കേട്ടോ. It permits the hospital to send the copies of the patient's medical record to specifically named organizations. ഒന്ന് അങ്ങോട്ട് മാറ്റി വായിച്ചാൽ മതി, ഇപ്പൊ കറക്റ്റ് ആവും കേട്ടോ. അതായത് കൺസെന്റ് ആണ് അല്ലെ, സമ്മതം, നമുക്ക് എന്തിനാണെന്ന് അറിയാം. അപ്പോ ഈ ഒരു കൺസെന്റ് ഹോസ്പിറ്റലിന് എന്തിന് അനുവദിക്കാണ്? ഈ പറയുന്ന ഹോസ്പിറ്റലിന് മെഡിക്കൽ റെക്കോർഡിന്, പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ റെക്കോർഡ്സിന്റെ കോപ്പികള് ചില സ്പെസിഫിക് ഓർഗനൈസേഷൻസിന് കൊടുക്കാനുള്ള ഒരു അനുവാദമാണ് ഈ ഒരു കൺസെന്റിലൂടെ ലഭിക്കുന്നത് അല്ലെ. എല്ലാ ഓർഗനൈസേഷനും അല്ല. ഇപ്പൊ നമുക്കറിയാം ഇൻഷുറൻസ് കമ്പനിക്ക് ചിലപ്പോൾ നമുക്ക് ഇതിന്റെ വിവരങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഒരു പേഷ്യന്റ് ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ള ആളാണ്, അയാൾക്ക് ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ അയാളുടെ എന്താ പറയാ റെക്കോർഡ്സിലെ വിവരങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്, മറ്റേതെങ്കിലും ഡോക്ടേഴ്സിന് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോ മെഡിക്കോ ലീഗൽ കേസുകളാണെങ്കിൽ ചിലപ്പോൾ പോലീസിനോ കോടതിക്കോ അങ്ങനെയുള്ളവർക്ക് നമുക്ക് വിവരങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെ കൺസെന്റ് കിട്ടുമ്പോൾ ധൈര്യമായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാം, ഇതിന്റെ കോപ്പികൾ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിന് കൈമാറാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി മാത്രമല്ല, ഇറ്റ് ഈസ് ഓൺ ദ ബാക്ക് ഓഫ് ദ അഡ്മിഷൻ. സ്പോൺസർഷിപ്പ്, അത് തന്നെ സ്പോൺസർഷിപ്പ് ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കാം. കാര്യം അത് ഒരു പ്രൂഫാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെന്താണ്? ഇറ്റ് ഈസ് ഓൺ ദ ബാക്ക് ഓഫ് ദ അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് ഫോം.
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ, കൺസെന്റ് എപ്പോഴും എവിടെയാണ് നമ്മൾ രേഖപ്പെടുത്തുക? അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിന്റെ പുറകിലായിട്ടായിരിക്കും നമ്മൾ കൺസെന്റ് രേഖപ്പെടുത്തുക. എന്ന് വെച്ചാൽ അതിനുശേഷം അതിനോട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കൺസെന്റ് ഫോമുകൾക്ക് എന്ത് ചെയ്ത് വെക്കാം, അറ്റാച്ച് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത്, patient signature on this form permits the hospital to release the medical information compiled during the current episode of care. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പേഷ്യന്റിന്റെ ഒപ്പ്, പേഷ്യന്റ് കൺസെന്റ് കൊടുക്കുകയാണ് അല്ലെ, സിഗ്നേച്ചർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാം, അവിടം വരെ രോഗിക്ക് കൊടുത്ത എല്ലാ പരിചരണത്തിന്റെ വിവരങ്ങൾ സമാഹരിച്ച് റിലീസ് ചെയ്യാനുള്ള ഒരു അനുവാദം ഇതിലൂടെ ലഭിക്കുകയാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല, അതിനകത്ത് കൺസെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി പറയുന്നതാണ് സ്പെഷ്യൽ കൺസെന്റ്. ഇതിലൊന്നും പെടാത്ത ചില സ്പെഷ്യൽ കൺസെന്റ് ഉണ്ട്. എന്താണ് സ്പെഷ്യൽ കൺസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇറ്റ് ഈസ് നീഡഡ് ഫോർ എനി നോൺ റൂട്ടീൻ ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് ഡൺ ഓൺ ദ പേഷ്യന്റ്. അതായത് നമ്മളിപ്പോ രോഗിയിൽ ചെയ്യുന്ന ഏതെങ്കിലും നോൺ റൂട്ടീൻ ആയിട്ടുള്ള കെയർ ഉണ്ടായിരിക്കും, അത് ഇടയ്ക്കൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് സർജറി ഒക്കെ ചിലപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യമല്ല അല്ലെ, നോൺ റൂട്ടീൻ ആയിട്ടൊക്കെ ചെയ്യേണ്ടി വരുന്ന ചില ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ് സർജറി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ. അപ്പൊ ഈ പറയുന്ന രോഗിക്ക് ഏതെങ്കിലും നോൺ റൂട്ടീൻ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സിനായിട്ട് എന്താവശ്യമായിട്ട് വരും, സ്പെഷ്യൽ കൺസെന്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലെ, രോഗിയുടെ സ്പെഷ്യൽ കൺസെന്റ് ആവശ്യമായിട്ട് വരും. ഓക്കെ, ദിസ് ഗീവ്സ് ദ റിട്ടൺ പ്രൂഫ് that the patient agrees to the procedure recorded in on the form അല്ലെ. അപ്പൊ ആ ഒരു കൺസെന്റിലൂടെ നമുക്ക് എന്ത് ലഭിക്കാണ്, ആ ഫോമിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് അതിന് സ്വീകരിക്കാൻ പേഷ്യന്റ് തയ്യാറാണ് എന്നുള്ളതിന് രേഖാമൂലമുള്ള ഒരു തെളിവാണ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, രോഗിയുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നതിനുള്ളതിനുള്ള ഒരു തെളിവാണ് അതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്, കണ്ടീഷൻ ഓഫ് പാർട്ടിസിപ്പേഷൻ റിക്വയർ ദാറ്റ് the medical staff bylaws and rules and regulation states that a surgical operation may be executed only on the consent of the patient or legal representative except in emergencies. എന്താണ് പറയുന്നത്, എമർജൻസി കേസുകൾ ഒഴികെ, എമർജൻസി കേസിൽ അത് ബാധകമല്ല, പക്ഷെ എമർജൻസി കേസുകൾ ഒഴികെ ബാക്കി എല്ലാ സാഹചര്യത്തിലും എന്താണ്, രോഗിയുടെ സമ്മതത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ശസ്ത്രക്രിയ നടത്താനായിട്ട് പാടുള്ളൂ. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. അത് പ്രത്യേകം പറയുന്നുണ്ട്, ആക്സെപ്റ്റ് ഇൻ എമർജൻസീസ്. അത് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. എമർജൻസി സാഹചര്യം ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ രോഗിയുടെ കൺസെപ്റ്റ് ഒന്നും ചിലപ്പോൾ വാങ്ങാനുള്ള ടൈം പോലും കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ആ ഒരു സർജറി കൊണ്ട് മാത്രമേ ചിലപ്പോൾ നമുക്ക് രോഗീനെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ സമയത്ത് നമുക്ക് കൺസെന്റ് എഴുതി വാങ്ങുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് അത് പ്രത്യേകം അവിടെ പറഞ്ഞിരിക്കുന്നത്. എമർജൻസി കേസുകൾ ഒഴികെ ബാക്കി എല്ലാ സാഹചര്യത്തിലും എന്ത് ചെയ്യണം, പേഷ്യന്റിന്റെ സമ്മതത്തോടു കൂടി മാത്രമേ ശസ്ത്രക്രിയ നടത്താനായിട്ട് പാടുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ നമുക്കറിയാവുന്ന കാര്യമാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. ഒരു കാറ്റഗറി നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകളാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതൊരു കണ്ടന്റ് ആണ് കേട്ടോ, മെഡിക്കൽ റെക്കോർഡ്സിൽ വരുന്ന കണ്ടന്റ് ആണ്. അടുത്തതാണ് എന്ത്, ക്ലിനിക്കൽ ഡാറ്റ. രണ്ടാമത്തെ കാറ്റഗറി. അതൊന്നും ഇല്ലാട്ടോ, മനസ്സിലാക്കാവുന്ന പോയിന്റുകൾ പഠിച്ചു വെക്കാം കേട്ടോ, എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു വെക്കാം. അഡ്മിഷൻ ചാർജ് റെക്കോർഡ് ഉണ്ടാവും, അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും, കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ ഉണ്ടായിരിക്കും, കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷനും സ്പെഷ്യൽ കൺസെന്റ്സും. പിന്നെ അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ. അടുത്തത് കേട്ടോ, സ്പെഷ്യൽ കൺസെന്റ്. അയ്യോ, അത് പറഞ്ഞില്ലേ, സ്പെഷ്യൽ കൺസെന്റ് പറഞ്ഞു, അത് കഴിഞ്ഞു. അടുത്തത് ക്ലിനിക്കൽ ഡാറ്റ കേട്ടോ. രണ്ടാമത്തെ കാറ്റഗറിയാണ് ക്ലിനിക്കൽ ഡാറ്റ. ക്ലിനിക്കൽ ഡാറ്റ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഏകദേശം ഒരു 10-23 പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ, എക്സ്ട്രാ എടുത്ത് പഠിക്കാനൊന്നുമില്ല അതിനകത്ത്. അപ്പൊ ഏതൊക്കെയാണ് ക്ലിനിക്കൽ ഡാറ്റയ്ക്കകത്ത് വരുന്നത്, ഏതൊക്കെയായിരിക്കും? അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് റെക്കോർഡ്, മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിഷ്യൻസ് ഓർഡർ എഴുതി ചേർക്കുക കേട്ടോ. ഇവിടെ ഫിസിഷ്യൻസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഫിസിഷ്യൻസ് ഓർഡറിനും കൂടെ ഒന്ന് എഴുതി ചേർക്കാം കേട്ടോ. ഫിസിഷ്യൻസ് ഓർഡർ, പിന്നെന്താണ് പ്രോഗ്രസ് നോട്ട്, പാത്തോളജി റിപ്പോർട്ട്സ്, റേഡിയോളജി റിപ്പോർട്ട്സ്, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് റിപ്പോർട്ട്, അതായത് ECG റിപ്പോർട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്, ഓപ്പറേറ്റീവ് ഡാറ്റ, അനസ്തേഷ്യ റിപ്പോർട്ട്, റിക്കവറി റൂം റെക്കോർഡ്, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. അത് തന്നെയാണ് ഓപ്പറേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. രണ്ടും സെയിം ആണ് കേട്ടോ. ഓപ്പറേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാലും ഓപ്പറേറ്റീവ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാലും രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഏതെങ്കിലും അറിഞ്ഞാൽ മതി.
പിന്നെ നഴ്സിംഗ് ഡാറ്റ, നഴ്സസ് നോട്ട്, ഓക്കെ, പിന്നെന്താണ് TPR ഗ്രാഫിക് ചാർട്ട് കേട്ടോ, TPR ഗ്രാഫിക് ചാർട്ട്, മെഡിക്കേഷൻ ഷീറ്റ്, ഡയറ്റ് ചാർട്ട്, ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ട്, റെസ്പിറേറ്ററി തെറാപ്പി റിപ്പോർട്ട്, മിസലേനിയസ് റിപ്പോർട്ട്സ്, ലബോറട്ടറി റിപ്പോർട്ട്. ഈ ലബോറട്ടറി റിപ്പോർട്ടിനെ തന്നെയാണ് നമ്മൾ പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. പാത്തോളജി റിപ്പോർട്ട് നേരത്തെ പറഞ്ഞില്ല, അത് തന്നെയാണ് കേട്ടോ ലബോറട്ടറി റിപ്പോർട്ട്. പിന്നെന്താണ് ഡിസ്ചാർജ് സമ്മറി. അപ്പൊ മൊത്തം 23 വരില്ല, ശരി 21 വരുള്ളൂ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്പറേറ്റീവ് ഡാറ്റ, ഓപ്പറേറ്റീവ് റിപ്പോർട്ട് സെയിം ആണ്. പിന്നെ പാത്തോളജി റിപ്പോർട്ടിനെ തന്നെയാണ് നമ്മൾ ലബോറട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 21 വരുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇവ ഓരോന്നും എന്താണെന്നുള്ളതാണ് അടുത്തത് പറയുന്നത് കേട്ടോ. അതിൽ ചെറിയ ചില കുഞ്ഞു കുഞ്ഞു പോയിന്റുകൾ മാത്രമേ നോട്ട് ചെയ്യാനുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞതാണ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡാണ് അല്ലെ. എന്തെല്ലാം കാര്യങ്ങളാണ് ആ റെക്കോർഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് രോഗിയുടെ ഈ പറഞ്ഞ ഡയഗ്നോസിസിന്റെയും നടപടിക്രമങ്ങളുടെ എല്ലാം സ്റ്റേറ്റ്മെന്റുകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇതിനകത്ത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിനകത്ത് രോഗിക്ക് നടത്തിയിട്ടുള്ള രോഗനിർണയത്തിന്റെയും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സിന്റെ രേഖകൾ അതിന്റെ സ്റ്റേറ്റ്മെന്റുകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെന്താണ്? ദ അറ്റൻഡിംഗ് ഫിസിഷ്യൻ ഈസ് ലയബിൾ ഫോർ ഗിവിംഗ് ആൻഡ് ഓതന്റിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ അല്ലെ. ആരാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ നൽകുന്നത്? ആരാണ് ഇത്തരം ഇൻഫർമേഷൻസ് നൽകുന്നതും അതുപോലെ അതിന്റെ ഓതന്റിക്കേറ്റ് അല്ലെ, ഓതന്റിസിറ്റി, അതിന്റെ ആ ഒരു ആധികാരികത അല്ലെ, ജെനുവിനിറ്റി എല്ലാം തന്നെ ഉറപ്പാക്കുന്നത് ആരാണ്? അവരെ ചികിത്സിക്കുന്ന ഫിസിഷ്യൻ ആയിരിക്കും അല്ലെ, ആ ഒരു ഡോക്ടർ ആയിരിക്കും. അത് മാത്രമല്ല ഓൾ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വെൽ റിട്ടൺ. നീ വേണ്ട കേട്ടോ, നീന്ന് കയറി വന്നിരിക്കുന്നതാണ്, അത് വിട്ട് കേട്ടോ. ഓൾ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വെൽ റിട്ടൺ ഇൻ ഫുൾ വിതൗട്ട് സിംബൽസ് ആൻഡ് അബ്രിവിയേഷൻസ്. നമ്മൾ പറഞ്ഞു ഈ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ് സ്റ്റേറ്റ്മെന്റുകൾ അടങ്ങുന്ന റെക്കോർഡാണ് നമ്മൾ. അപ്പൊ ഇതിനകത്ത് ഡയഗ്നോസിസ് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സും ഒക്കെ വെൽ റിട്ടൺ ഇൻ ഫുൾ, വളരെ പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. അത് പ്രത്യേകം പറയുന്നുണ്ട് വിത്തൗട്ട് സിംബൽസ് ആൻഡ് അബ്രിവിയേഷൻ. അതായത് സിംബലുകളോ ചുരുക്കെഴുത്തുകളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. എല്ലാം വിശദമായിട്ട് തന്നെ കൃത്യമായിട്ട് അതിൽ എഴുതി തന്നെ എല്ലാ ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സും രേഖപ്പെടുത്തിയിരിക്കും. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ക്ലിനിക്കൽ ഡാറ്റയിൽ വരുന്ന ഒന്നാമത്തെ ആളാണ് അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡ്. അതെന്ന് പറഞ്ഞാൽ എല്ലാ ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സിന്റെ രേഖകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ മാത്രമല്ല ഒരു അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ, അവർ ചികിത്സിക്കുന്ന ഫിസിഷ്യൻ ആണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. പിന്നെ മാത്രമല്ല അതിലെ ഡയഗ്നോസിസും പ്രൊസീജിയറുകളും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും എഴുതിയിരിക്കണം. സിംബലുകളോ അബ്രിവിയേഷൻസോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതായത് പൂർണ്ണമായിട്ട് തന്നെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. അടുത്തതാണ് മെഡിക്കൽ ഹിസ്റ്ററി. എന്താണ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ പറയുന്ന കാര്യം? എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി? നോക്കാം. എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി എന്നാണ് അവിടെ പറയുന്നത്. ദ ഡാറ്റ ഫിസിഷ്യൻ യൂസസ് ടു എസ്റ്റാബ്ലിഷ് എ പ്രിലിമിനറി പ്രൊവിഷണൽ ഡയഗ്നോസിസ് ഓൺ വിച്ച് ടു ബേസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യന്റ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ്. എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്? ഈ ഒരു രോഗിയെ പറ്റിയുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള താൽക്കാലിക രോഗനിർണയം നടത്താനായിട്ട് ഫിസിഷ്യൻ ഉപയോഗിക്കുന്ന ഡാറ്റ ഏതാണോ അതിനെയാണ് നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ ഉത്തരം. ദ ഡാറ്റ ദ ഫിസിഷ്യൻ യൂസസ് ടു എസ്റ്റാബ്ലിഷ് എ പ്രിലിമിനറി പ്രൊവിഷണൽ ഡയഗ്നോസിസ് ഓൺ വിച്ച് ടു ബേസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യന്റ് അല്ലെ. ആ രോഗിയുടെ ട്രീറ്റ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു പ്രാഥമികമായിട്ടുള്ള രോഗം, ഇപ്പൊ നമുക്കറിയാം നമ്മളിപ്പോ ഒരു ചുമയായിട്ടോ അലർജി പ്രോബ്ലം ഒക്കെ ആയിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ എന്തായാലും നമ്മളോട് ചോദിക്കും അല്ലെ, നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ ആസ്മാറ്റിക് അലർജിക് പ്രോബ്ലം ഒക്കെ ആയിട്ട് ഡോക്ടറെ കാണാൻ ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും അല്ലെ, വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ, അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് ഉണ്ടായിരുന്നോ, പാരമ്പര്യമായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അത് ശരിക്കും എന്താണ് മെഡിക്കൽ ഹിസ്റ്ററിയാണ് അത് ചോദിക്കുന്നത്.
അതിലൂടെ ശരിക്കും ഡോക്ടർ എന്താണ് ഒരു ഇനീഷ്യൽ രോഗനിർണയമാണ് അവിടെ നടത്തുന്നത്. കൺഫർമേഷൻ അല്ല, പക്ഷെ ഡോക്ടർക്ക് ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു താൽക്കാലിക രോഗനിർണയമാണ് അവിടെ ഡോക്ടർ ചെയ്യുന്നത്. അങ്ങനെ ആവാം, അങ്ങനൊരു സാധ്യത ഉണ്ടെന്നുള്ളത് ഡോക്ടർ അനുമാനിക്കുന്നത് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിച്ചിട്ടാണ്. പക്ഷെ അത് കൺഫേം ചെയ്യുന്നത് മറ്റു പല ടെസ്റ്റുകൾ നടത്തിയിട്ട് കൺഫേം ചെയ്യാൻ ഒക്കുള്ളൂ. പക്ഷെ എന്നിരുന്നാലും അതാണ് അവിടെ പറയുന്നത് കേട്ടോ. എന്നുവെച്ചൊരു പ്രാഥമികമായിട്ടുള്ള താൽക്കാലിക രോഗനിർണയം നടത്താനായിട്ട് ഫിസിഷ്യൻ ഉപയോഗിക്കുന്ന ഡാറ്റ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഒരു മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത്? ചീഫ് കംപ്ലൈന്റ് അല്ലെ? ചീഫ് കംപ്ലൈന്റ് മീൻസ് ചീഫ് പ്രോബ്ലംസ്. അതായത് ഇപ്പൊ രോഗി എന്ത് മെയിൻ പ്രശ്നമായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്, അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് നിലവിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടായിരിക്കും അല്ലെ. അതാണ് ചീഫ് കംപ്ലൈന്റ്സ് ഓർ ചീഫ് പ്രോബ്ലംസ്. പിന്നെന്താണ് പ്രസന്റ് ഇൽനെസ്, നിലവിലുള്ള അവരുടെ രോഗാവസ്ഥ, നിലവിൽ അവരുടെ കണ്ടീഷൻ എന്താണ്, പേഷ്യന്റ് ഇൽനെസ് എന്താണ്. പിന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, അവരുടെ കഴിഞ്ഞു പോയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി എന്തായിരുന്നു. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, ഞാൻ പറഞ്ഞല്ലോ ആസ്മാറ്റിക് അലർജിക് പ്രോബ്ലം ഒക്കെ ആയിട്ട് ചെല്ലുമ്പോൾ എന്തായാലും ചോദിക്കും അവര് ഫാമിലി ഹിസ്റ്ററി നോക്കും. പിന്നെന്താണ് റിവ്യൂ ഓഫ് സിസ്റ്റംസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം തന്നെ അവര് റിവ്യൂ ചെയ്യും അല്ലെ, അവലോകനം ചെയ്യും. അതായത് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഡോക്ടർക്ക് ഒരു അനുമാനം ഉണ്ടായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തൊക്കെ ആയിരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു റിവ്യൂ ഉണ്ടാക്കും അല്ലെ. ഈ പറയുന്ന മെഡിക്കൽ ഹിസ്റ്ററിയും ഫാമിലി ഹിസ്റ്ററിയും പ്രസന്റ് ഇൽനെസ്സും ചീഫ് പ്രോബ്ലംസും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് നമ്മുടെ നടത്തുന്നത്. അതാണ് റിവ്യൂ ഓഫ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രാഥമിക താൽക്കാലിക രോഗനിർണയം നടത്താനായിട്ട് ഫിസിഷ്യൻ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തും? പ്രധാനപ്പെട്ട പേഷ്യന്റിന്റെ ചീഫ് കംപ്ലൈന്റ്സ്, ചീഫ് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, പിന്നെ നിലവിലുള്ള പേഷ്യന്റിന്റെ പ്രസന്റ് ഇൽനെസ് എന്തൊക്കെയാണ്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, പിന്നെ ഇതിനെല്ലാത്തിനും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി കേട്ടോ. പിന്നെ ഇതിനെല്ലാത്തിനും അവലോകനം ചെയ്തുകൊണ്ടുള്ള ഒരു ഇവാലുവേഷനും കൂടെ അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്ലിനിക്കൽ ഡാറ്റ നമുക്ക് കഴിഞ്ഞു. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? ഫിസിക്കൽ എക്സാമിനേഷൻ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ, ശാരീരികമായിട്ടുള്ള പരിശോധന. ഇപ്പൊ മെഡിക്കൽ ഹിസ്റ്ററിയിലൂടെ നമ്മൾ ഒരു താൽക്കാലിക രോഗനിർണയം നടത്തുമ്പോൾ അതിനൊരു കൺഫർമേഷൻ നമ്മൾ കൊടുക്കുന്നത് എന്തിലൂടെയാണ്? ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയാണ് അല്ലെ. ശാരീരികമായിട്ട് പരിശോധന നടത്തിയിട്ടാണ് നമ്മളത് കൺഫേം ചെയ്യുന്നത്. അപ്പൊ നോക്കാം, ഇറ്റ് പ്രൊവൈഡ്സ് baseline data about the patient to help the physician in deciding a diagnosis അല്ലെ. ഈ ഒരു ഡയഗ്നോസിസ് എന്താണ് ഡിസൈഡ് ചെയ്യാനായിട്ട്, തീരുമാനിക്കാനുണ്ടെങ്കിൽ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഒരു ഡോക്ടർക്ക് ലഭിക്കുന്നത് ഇതിലൂടെയാണ്, ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയാണ് അല്ലെ. നമ്മൾ ജസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അനുമാനിക്കാൻ പറ്റും, പക്ഷെ അത് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിനെ പറ്റുള്ളൂ? ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ സാധിക്കുള്ളൂ. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഫിസിക്കൽ എക്സാമിനേഷൻ ഗീവ്സ് ദ ബേസ് ലൈൻ ഡാറ്റ ദാറ്റ് ഹെൽപ്പ് ദ ഫിസിഷ്യൻ ഇൻ ഡിസൈഡിങ് എ ഡയഗ്നോസിസ്. അവർക്ക് എന്ത് ഡയഗ്നോസിസ് നടത്തണം എന്ന് തീരുമാനിക്കാൻ, കൺഫേം ചെയ്യാനുള്ള വിവരങ്ങൾ ഒരു ഡോക്ടർക്ക് ലഭിക്കുന്നത് ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയാണ്. ഓക്കെ, പിന്നെന്താണ്? ദ എക്സാമിനേഷൻ ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദ ബോഡി സിസ്റ്റംസ്. ഈ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ ബോഡി സിസ്റ്റത്തിന്റെ പരിശോധനയും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. എന്താണ് സുഷ? അത് തന്നെ, ഡയഗ്നോസിസ് തീരുമാനിക്കാൻ ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ, നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. പിന്നെന്താണ്? The degree of details relies on the age and the sex of the patient and sex of the patient, പിന്നെ സിംറ്റംസ്, അതർ ഫിസിക്കൽ ഫൈൻഡിങ്സ് ഓർ ലബോറട്ടറി ഡാറ്റ. അതായത് നമുക്കറിയാം ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൂടെ ലഭിക്കുന്നത് വലിയൊരു കുറെ വിവരങ്ങൾ, കുറെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും അല്ലെ. ആ ഡീറ്റെയിൽസിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കും? ഈ പറയുന്ന രോഗിയുടെ വയസ്സ്, അയാളുടെ സെക്സ് അല്ലെ, അവരുടെ ജെൻഡർ ഐഡന്റിറ്റി, മെയിൽ ആണോ ഫീമെയിൽ ആണോ, അതുപോലെ തന്നെ രോഗലക്ഷണങ്ങള്, പിന്നെ മറ്റുള്ള ഫിസിക്കൽ ഫൈൻഡിങ്സ്, ട്രീറ്റ്മെന്റ് പരിശോധിക്കപ്പെട്ട് നമുക്ക് പല കണ്ടെത്തലുകൾ അല്ലെ, പല ഫിസിക്കൽ ഫൈൻഡിങ്സ് നമുക്ക് അതിലൂടെ ലഭിക്കും. പിന്നെ ഈ പറയുന്ന ലബോറട്ടറി ഡാറ്റ അല്ലെ, ലബോറട്ടറി വിവരങ്ങള്, ഇതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്ന ആ ഒരു
ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, രോഗനിർണയം നടത്താനായിട്ട് ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്ന ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഫിസിക്കൽ എക്സാമിനേഷന്റെ ആ ഒരു അതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും. രോഗിയുടെ വയസ്സ്, ജെൻഡർ ഐഡന്റിറ്റി, രോഗലക്ഷണങ്ങള്, പിന്നെ അതിൽ നിന്ന് കിട്ടിയ പ്രധാനപ്പെട്ട കണ്ടെത്തലുകള്, ലബോറട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങള്, അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒരു കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അടുത്തതാണ്, ഇതൊക്കെ അറിയാം, ഫിസിക്കൽ എക്സാമിനേഷൻ ശാരീരിക പരിശോധനയാണ്. പിന്നെന്താണ് ഫിസിഷ്യൻ ഓർഡർ കേട്ടോ. ഫിസിഷ്യൻ ഓർഡർ, ഫിസിഷ്യൻ ഓർഡർ പേര് കേൾക്കുമ്പോൾ എന്തായിരിക്കും? ഡോക്ടറുടെ ഓർഡർ ആണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ രോഗിക്കായിട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് അല്ലെ. ഫിസിഷ്യൻ ഓർഡർ എന്ന് പറഞ്ഞ ഡോക്ടർ ആ രോഗിക്കായിട്ട് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ്. രോഗിക്കായിട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളല്ല, രോഗിക്ക് പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് മറ്റു നഴ്സുമാർക്കും അനുബന്ധ ജീവനക്കാർക്കും കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. അതാണ് കേട്ടോ ഫിസിഷ്യൻ ഓർഡർ. ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. രോഗിക്ക് കൊടുക്കുന്ന നിർദ്ദേശമല്ല, അത് പ്രിസ്ക്രിപ്ഷൻ ആണ്. അതല്ല ഇവിടെ ഫിസിഷ്യൻ ഓർഡർ എന്ന് പറഞ്ഞാല് ഒരു ഡോക്ടർ രോഗിക്ക് വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെ മരുന്നുകൾ കൊടുക്കണം, എന്തെല്ലാം നടപടിക്രമങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നതിനെ പറ്റി നഴ്സുമാർക്കും മറ്റനുബന്ധ മെഡിക്കൽ ജീവനക്കാർക്കും കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇത് ഫിസിഷ്യൻ ഓർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് വായിക്കാം. The written or oral orders constitute the attending physician's direction to nursing and auxiliary services and concerning all medications and treatments of the patient. അല്ലെ, അതായത് ഈ പേഷ്യൻസിന് എന്തെല്ലാം മരുന്നുകൾ കൊടുക്കണം, എന്തെല്ലാം ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് നഴ്സുമാർക്കും മറ്റ് ഓക്സിലറി സർവീസ് അല്ലെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കൊക്കെ ഒരു ഡോക്ടർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെ, മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് അല്ലെ, ഡയറക്ഷൻസ്. അത് റിട്ടേൺ ആയിട്ട് ചെയ്യുന്നതാവാം, രേഖാമൂലം കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്, വാക്കാൽ കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം എന്തിനാണ് പെടുന്നത്? അതിനെയാണ് നമ്മൾ ഫിസിഷ്യൻ ഓർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി പറയണ്ടല്ലോ, മനസ്സിലായല്ലോ ഫിസിഷ്യൻ ഓർഡർ എന്താണെന്നുള്ളത്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി അടുത്തതാണ് പ്രോഗ്രസ് നോട്ട്സ് കേട്ടോ. എന്താണ് പ്രോഗ്രസ് നോട്ട്? ആ പേര് സൂചിപ്പിക്കുന്ന പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, എന്താണ് നമ്മൾ ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുമ്പോൾ രോഗിക്ക് അതുമൂലം എന്തെല്ലാം പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ എന്നതിനെ പറ്റിയുള്ള വിവരങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. It is related to the cause of the patient illness, response to treatment, അതേസമയം പുരോഗതി, response to treatment and status on discharge. അതെല്ലാം കാര്യങ്ങളാണ് പ്രോഗ്രസ് നോട്ട്സിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. കോസ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ് അല്ലെ, രോഗിയുടെ രോഗകാരണം എന്താണ്, റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്, ഓരോ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴും രോഗിയുടെ റെസ്പോൺസ് എന്താണ് അല്ലെ. രോഗിയുടെ റെസ്പോൺസ് എന്ന് വെച്ചാൽ രോഗി എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് മാത്രമല്ല, അവരുടെ ബോഡി ഏത് രീതിയിൽ ആ ഒരു ട്രീറ്റ്മെന്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലാണോ, പോസിറ്റീവ് ആയിട്ടാണോ, നെഗറ്റീവ് ആയിട്ടാണോ, ആ രീതിയിലുള്ള റെസ്പോൺസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ റെസ്പോൺസ് ടു എന്താ പറയാ ട്രീറ്റ്മെന്റ്, പിന്നെ സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ് കേട്ടോ, ഡിസ്ചാർജ് സമയത്ത് അവരുടെ അവസ്ഥ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളൊരു പ്രോഗ്രസ് നോട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കോസ് ഓഫ് ദി ഇൽനെസ് ഓഫ് പേഷ്യന്റ് ഇൽനെസ് അല്ലെ, പേഷ്യന്റ് ഇൽനെസ്സിനുള്ള കാര്യങ്ങൾ, റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിനോടുള്ള അവരുടെ റെസ്പോൺസ്, ദെൻ എന്താണ് സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്, ഡിസ്ചാർജ് സമയത്ത് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞ് ഈ രോഗി അഡ്മിറ്റ് ആവുന്നത് തൊട്ട് പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ, പ്രോഗ്രസ് നോട്ട്സിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇനി നോക്കാം, അറ്റൻഡിങ് സുഷ കറക്റ്റ് ആണ് കേട്ടോ. Attending physician is responsible for the completion of a progress notes. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോഗ്രസ് നോട്ട് അല്ലെ, പേഷ്യന്റിന്റെ പ്രോഗ്രസ് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? അറ്റൻഡിങ് ഫിസിഷ്യൻ അല്ലെ, ഡോക്ടർക്കാണ് ഉള്ളത്. ഓക്കെ, അദ്ദേഹമാണല്ലോ കൂടുതൽ അവരായിട്ട് ഇടപെടുന്നത്, അദ്ദേഹത്തിനാണ് അത് അറിയാൻ പറ്റുള്ളൂ പ്രോഗ്രസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടർക്കാണ് നേരിട്ട് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ആ പ്രോഗ്രസ് നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട് ആൻഡ് ഫൈനൽ നോട്ട്. അത് പഠിച്ചിരിക്കുക കേട്ടോ. ഒരു പ്രോഗ്രസ് നോട്ട്സിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക? അഡ്മിഷൻ നോട്ട് ഉണ്ടായിരിക്കും, ഫോളോ അപ്പ് നോട്ട് ഉണ്ടായിരിക്കും, ഫൈനൽ നോട്ട് ഉണ്ടായിരിക്കും. അത് തന്നെയാണ് നമ്മൾ തുടക്കം പറഞ്ഞത്, പേഷ്യന്റ് ഇൽനെസ്, റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്, സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ് ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഡ്മിഷൻ നോട്ട് അല്ലെ. അതായത് എന്ത് കാരണം കൊണ്ടാണ് അവർ അഡ്മിറ്റ് ആയത്, ദാറ്റ് മീൻസ് കോസ് ഓഫ് ദി പേഷ്യന്റ് ഇൽനെസ് ആണ്.
ഫോളോ അപ്പ് നോട്ട് എന്ന് പറഞ്ഞ റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞല്ലോ, ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് അവരുടെ റെസ്പോൺസ്, അവരുടെ ചികിത്സാ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഫോളോ അപ്പ് നോട്ട്. ഫൈനൽ നോട്ട് എന്തായിരിക്കും? ഡിസ്ചാർജ് സമ്മറിയാണ് അല്ലെ, സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ് ആണത്, ഡിസ്ചാർജ് സമയത്ത് അവരുടെ അവസ്ഥകൾ അല്ലെ. അങ്ങനെ 3 നോട്ടുകളായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. ചേഞ്ചസ് ഓഫ് ദിസ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് നടന്നിട്ടുള്ളത്. അടുത്ത നോക്കുക, അഡ്മിഷൻ നോട്ട്. നമ്മൾ 3 നോട്ട് പറഞ്ഞല്ലോ, അതിനകത്ത് ആദ്യത്തെ എന്താണ്? അഡ്മിഷൻ നോട്ടാണ് അല്ലെ. ഓക്കെ. അഡ്മിഷൻ നോട്ടിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും? ദ അഡ്മിഷൻ നോട്ട് കൺസിസ്റ്റ് ഓഫ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ അല്ലെ. ഈ അഡ്മിഷൻ സമയത്ത് ആ ഒരു രോഗിയുടെ അവസ്ഥ എന്തായിരുന്നു, പൊതുവായിട്ടുള്ള അവരുടെ ജനറൽ കണ്ടീഷൻ എന്താണ്, അത് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും. അഡ്മിഷൻ നോട്ടിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും. അതിനകത്ത് ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ഇൻഫർമേഷൻ ആർ മാർക്ക്ഡ് ഹിയർ. അതുപോലെ തന്നെ ആ ഒരു രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി, അവരുടെ എന്താ പറയാ ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെ ശാരീരികമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും. ഇതിനകത്ത് അഡ്മിഷൻ നോട്ടിനകത്ത് അല്ലെ. ഓക്കെ. പിന്നെന്താണ്? പ്രോഗ്രസ് നോട്ട്സ് ഇൻക്ലൂഡ് all treatments provided and patient's response to each. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. പ്രോഗ്രസ് നോട്ട് എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് കൊടുത്ത എല്ലാ ട്രീറ്റ്മെന്റുകളും ഓരോ ട്രീറ്റ്മെന്റിനോടുള്ളവരുടെ റെസ്പോൺസ് എന്താണെന്നുള്ള എല്ലാ വിവരങ്ങളും ഇതിനകത്ത് ഉണ്ടായിരിക്കും, പ്രോഗ്രസ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അടുത്തതാണ് പാത്തോളജി റിപ്പോർട്ട്സ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? പാത്തോളജി റിപ്പോർട്ട്. എന്തായിരിക്കും പാത്തോളജി റിപ്പോർട്ട് എന്ന് പറഞ്ഞ എന്താണ്? ലാബ് റിപ്പോർട്ടാണ് അല്ലെ. ലാബ് റിസൾട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നിന്ന് മറ്റേ എന്താ പറയാ ബയോളജിക്കൽ സാമ്പിൾസ് കളക്ട് ചെയ്യും അല്ലെ. ബോഡി ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ, മറ്റുള്ള എന്താ പറയാ ഈ പറയുന്ന സെല്ലുകള്, ടിഷ്യൂസ്, ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ലാബിലേക്ക് അയക്കും അല്ലെ. ഈ പറയുന്ന ലാബ് പരിശോധന വിധേയമാക്കിയിട്ട് നമുക്ക് പല രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ റിപ്പോർട്ടുകളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കാം. മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടിഷ്യൂ എക്സ്പെൻഡ് removed from the patient during the time of surgery അല്ലെ. ഈ സർജറി സമയത്തൊക്കെ നമ്മൾ പേഷ്യന്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ടിഷ്യൂസ്, പുറന്തള്ളുന്ന ടിഷ്യൂസിന്റെ ഒക്കെ, ടിഷ്യൂ മാത്രമല്ല കേട്ടോ, സെല്ലുകളാവാം, ബ്ലഡ് ആവാം, മറ്റു ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം അതിനകത്ത് വരും കേട്ടോ. ഇവിടെ ടിഷ്യൂ വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സർജറി സമയത്ത് പേഷ്യന്റിന്റെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന, എക്സ്പെൽ ചെയ്യുന്ന ടിഷ്യൂസുകളുടെ ഒക്കെ മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് വിവരങ്ങളാണ് അതിനകത്ത് രേഖപ്പെടുത്തുന്നത്. ലാബ് റിപ്പോർട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ബയോപ്സി ടെസ്റ്റ് ഒക്കെ ചെയ്യില്ലേ, ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ. അപ്പൊ നമ്മൾ ഈ ടിഷ്യൂസ് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാതെ ബയോപ്സി ടെസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ. അപ്പോഴാണ് നമുക്ക് അതിന്റെ കൺഫർമേഷൻ കിട്ടുള്ളൂ. അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് കേട്ടോ പാത്തോളജി റിപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു സ്പെഷ്യലൈസ്ഡ് പ്രൊസീജിയർ, ദാറ്റ് മീൻസ് ബയോപ്സി ടു സപ്ലൈ ടിഷ്യൂ ഫോർ പാത്തോളജിക്കൽ അനാലിസിസ്. അതുപോലെ നമ്മൾ ഇത്തരം പാത്തോളജിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് ടിഷ്യൂസ് സപ്ലൈ ചെയ്യും അല്ലെ. ബയോപ്സി ടെസ്റ്റ് ആണ് നമ്മളിങ്ങനെ സർജറിയിലൂടെ ഒക്കെ മാറ്റുന്ന എന്താ പറയുക ടിഷ്യൂസിലെ സെല്ലുകളെ നമ്മൾ എന്ത് ചെയ്യും? അത് ക്യാൻസർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ബയോപ്സി ടെസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പാത്തോളജി റിപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? റേഡിയോളജി റിപ്പോർട്ട്. അറിയാലോ എന്തായിരിക്കും റേഡിയോളജി റിപ്പോർട്ട്? നമ്മൾ ഈ ചെയ്യുന്ന എക്സ്റേ, സ്കാനിങ്, അത് തന്നെ CT, MRI, അത് തന്നെ കറക്റ്റ് ആണ് കേട്ടോ. അതിന്റെയൊക്കെ റിപ്പോർട്ടുകളാണ് എടുത്ത് വരുന്നത് അല്ലെ. അപ്പൊ ഇത് ഇൻക്ലൂഡ് എക്സ്റേ, പിന്നെ എന്താണ്? റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രഫി, സീറോഗ്രഫി ആൻഡ് അൾട്രാസോണോഗ്രഫി അല്ലെ. എക്സ്റേസ് ഉണ്ടായിരിക്കും, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്ങുകള്. തെർമോഗ്രഫി പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. തെർമോ എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? തെർമോഗ്രഫി, തെർമോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റഡ്? ഹീറ്റ് അല്ലെ, ടെമ്പറേച്ചർ അല്ലെ. ടെമ്പറേച്ചർ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ചില താപനില വ്യത്യാസങ്ങളൊക്കെ മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് അതൊക്കെ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ റേഡിയോളജി മെത്തേഡ് തന്നെയാണ് കേട്ടോ തെർമോഗ്രഫി എന്നാണ് പറയുക. നമ്മുടെ ശരീരത്തിലെ താപനില വ്യത്യാസങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി തന്നെയാണ് കേട്ടോ തെർമോഗ്രഫി. അതുപോലെ തന്നെ സീറോഗ്രഫി അല്ലെ. സീറോഗ്രഫി എന്ന് പറഞ്ഞാൽ എക്സ്റേ തന്നെയാണ്. നമ്മൾ പറയില്ലേ സിറോക്സ് എന്നൊക്കെ പറയില്ലേ. സിറോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോ കോപ്പി എടുക്കുന്നതിന് സിറോക്സ് എടുക്കാന്നല്ലേ പറയാ.
അതായത് എക്സ്റേ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ വേറെ പ്രത്യേകിച്ച് എന്താണ് എക്യുപ്മെന്റ്സുകളൊന്നും നമ്മുടെ ശരീരത്തിനകത്തേക്കൊന്നും ഇൻസേർട്ട് ചെയ്യുന്നില്ല അല്ലെ. ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫോട്ടോ കോപ്പി എടുക്കുന്ന പോലെ തന്നെയാണ് അല്ലെ. അത് തന്നെയാണ് എക്സ്റേ ആണ് കേട്ടോ. സീറോഗ്രഫി, അതുപോലെ തന്നെ അൾട്രാസോണോഗ്രഫി അല്ലെ. നമ്മൾ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ഉപയോഗിച്ച് ചെയ്യാറില്ലേ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ. അതിന്റെയൊക്കെ റിപ്പോർട്ടുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്, നമുക്കറിയാമല്ലോ. ഇതാണ് കേട്ടോ റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഒരെണ്ണം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം കേട്ടോ. കൺസൾട്ടേഷൻ റിപ്പോർട്ട്. എന്തായിരിക്കും കൺസൾട്ടേഷൻ റിപ്പോർട്ട്? അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, കൺസൾട്ട് ചെയ്തതിന്റെ റിപ്പോർട്ട് അല്ലെ. ഡോക്ടർ നമ്മുടെ രോഗിയെ പറ്റി എഴുതുന്ന വിവരങ്ങളാണ് അല്ലെ കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ജോബി കറക്റ്റ് ഡോക്ടർ പ്രിപ്പയർ ചെയ്തതാണ്. നമുക്ക് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഒപ്പീനിയൻ ഓഫ് എ പേഷ്യൻസ് കണ്ടീഷൻ ബൈ എ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അതായത് ഒരു രോഗിയുടെ അവസ്ഥയെ പറ്റിയിട്ടുള്ള ഡോക്ടറുടെ അഭിപ്രായമാണ് അല്ലെ, ഒരു ഡോക്ടറുടെ ആ ഒരു എന്താ പറയാ ഡോക്യുമെന്റേഷൻ ആണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് എ പേഷ്യൻസ് കണ്ടീഷൻ ബൈ എ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ അല്ലെ. ഒരു ഡോക്ടർക്ക് രോഗിയുടെ അവസ്ഥയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം അല്ലെ, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളാണ് ഇത് കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് അതർ ദാൻ വേണ്ട കേട്ടോ, അതർ ദാൻ എന്നുള്ളത് വെട്ടിയിട്ടുള്ളൂ. ഇനി ഇങ്ങനെ വായിക്കാം. ദിസ് ഒപ്പീനിയൻ ഇസ് ഡിപെൻഡന്റ് അപ്പോൺ ദ റിവ്യൂ ഓഫ് ദ പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ്, an examination of attending physician. പിന്നെ എന്താണ്? ദ പേഷ്യന്റ് ആൻഡ് എ കോൺഫറൻസ് വിത്ത് ദ അറ്റൻഡിങ് ഫിസിഷ്യൻ. എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാല്, നമ്മൾ ഈ ഒരു ഒപ്പീനിയൻ രേഖപ്പെടുത്തുന്നത്, നമ്മളല്ല ഡോക്ടർ ആ ഒരു ഒപ്പീനിയൻ രേഖപ്പെടുത്തുന്നത് എന്തിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്? ആ ഒരു രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ്സിനെ അവലോകനം ചെയ്തിട്ട് പിന്നെ ആ രോഗിയെ പരിശോധിച്ചിട്ട് അല്ലെ, ആ രോഗിയുടെ പരിശോധനയുടെ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് പിന്നെ ഈ പറയുന്ന ആ രോഗിയെ കൺസൾട്ട് ചെയ്യുന്ന മറ്റു ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവരൊക്കെ ആയിട്ടുള്ള ചർച്ചയ്ക്ക്, അവരായിട്ടുള്ള കോൺഫറൻസിലൂടെ ഒക്കെയാണ് ഈ പറയുന്ന വിവരങ്ങള് കൺസൾട്ടിംഗ് റിപ്പോർട്ടിനകത്ത് ഡോക്ടർ രേഖപ്പെടുത്തുന്നത്. ചുമ്മാ ഡോക്ടർ എഴുതുകയല്ല, പിന്നെ എന്ത് ചെയ്യും, ആ ഒരു രോഗിയുടെ റെക്കോർഡ്സുകൾ മുഴുവൻ കംപ്ലീറ്റ് റിവ്യൂ ചെയ്ത് രോഗിയെ പരിശോധിച്ചിട്ട് ആ രോഗിയെ കൺസൾട്ട് ചെയ്യുന്ന മറ്റു ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ, മീൻസ് അവരെ പരിശോധിക്കുന്ന മറ്റു ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തും അങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന വിവരങ്ങള്, ആ ഒരു അഭിപ്രായങ്ങള് അല്ലെങ്കിൽ അവരുടെ വിവരങ്ങള് ഡോക്ടർ എന്ത് ചെയ്യുന്നത് കൺസൾട്ടേഷൻ റിപ്പോർട്ടായിട്ട് രേഖപ്പെടുത്തിയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതൊക്കെ എളുപ്പമല്ലേ? നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? ഓക്കെ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണ്. അതെ, ഇന്നത്തെ കുറച്ചും കൂടി ഉണ്ട് നമുക്ക്. ഇനി നമുക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ടൈം മാറ്റിന്ന് വിചാരിച്ചു ഞാൻ, 1:30 തൊട്ടാക്കി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മറ്റേ ബാച്ചും നിങ്ങളും ഏകദേശം ഒരുമിച്ചാവുന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സില് എല്ലാം കൂടെ ഒരുമിച്ചാക്കി. എ ബാച്ചും ബി ബാച്ചിന്റെ പോർഷൻസ് ഒരുപോലെ ആക്കി നിർത്തിയിട്ടായിരുന്നു. നിങ്ങള് അവരെക്കാളും കുറച്ച് ബാക്കിലോട്ടാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒപ്പാക്കി വെച്ചേക്കായിരുന്നു. കാരണം മൺഡേ തൊട്ട് 1:30ക്കാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളുടെ ഈ മൺഡേത്തെ ക്ലാസ് മിസ്സായി കഴിഞ്ഞപ്പോ അത് പോയി. എന്താണ് 27 തൊട്ടാണ്, 27th തൊട്ടാണ് കേട്ടോ. അപ്പം ടൈം മാറ്റില്ല. ടൈം മാറ്റും നെക്സ്റ്റ് വീക്ക് തൊട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് വീക്ക് തൊട്ട് ഈ ആഴ്ച ഒരുപോലെ ആവുന്ന കരുതിയിട്ടേ ഞാൻ എ ബാച്ചും ബി ബാച്ചൊക്കെ ഒരേപോലെ ആക്കി വെച്ചതായിരുന്നു. അത് വെള്ളത്തിലായി. ഇപ്പൊ രണ്ടും വ്യത്യാസമായി. അപ്പൊ ശരി കേട്ടോ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല. അതെ, 2 ദിവസം പോയി. അപ്പൊ രണ്ടും വ്യത്യാസമായി, രണ്ട് ലെവലായി. അവര് കുറച്ച് മുന്നിലോട്ടാണ്, നിങ്ങൾ കുറച്ച് ബാക്കിലോട്ടാണ്. അല്ലെങ്കിൽ 2 ഒപ്പത്തിനൊപ്പം എത്തുമായിരുന്നു, കറക്റ്റ് ആക്കി വെച്ചതായിരുന്നു. അപ്പൊ ശരി, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.